പ്രജകൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമായി. രാമനിൽ നിന്ന് പിരിയാൻ അങ്ങോട്ട് കഴിയത്തില്ല. പക്ഷെ മനസ്സില്ലാ മനസ്സോടുകൂടി ഭഗവാൻ അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കും. എന്നിട്ട് സുമന്ത്രനോട് പറഞ്ഞു, അയോധ്യയിൽ നിന്നും എന്നെ ഒരുപാട് ദൂരെ കൊണ്ടുപോകാൻ. കാരണം പ്രജകൾ ഇങ്ങനെ കൂട്ടത്തിൽ നടന്ന് കൂട്ടത്തിൽ വരും. ഭഗവാനില്ലാതെ ഒരു നിമിഷം പോലും അവർക്കാർക്കും ഇരിക്കാൻ കഴിയില്ല. രഥം വേഗതയിൽ ഓടുന്നതിനനുസരിച്ച് പ്രജകളും ഓടാൻ ശ്രമിക്കുകയാണ്. പ്രായം ചെന്ന വൃദ്ധര്, നേരെ ചൊല്ലി നടക്കാൻ പറ്റാത്ത വ്യക്തി. ബ്രാഹ്മണര് പറയാ, രാമൻ പറയുന്ന കേൾക്കരുത് കുതിരകളെ, എങ്ങനെയെങ്കിലും രാമനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഭഗവാൻ വിചാരിച്ചു, ഞാൻ രഥത്തിൽ പോകുമ്പോ ഈ പാവം ജനങ്ങളെല്ലാം ഇങ്ങനെ ഓടുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി. രാമന്റെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഭക്തരാണ്. ഭക്തര് വേദനിക്കുന്നത് ഭഗവാൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ എങ്ങനെയൊക്കെയോ ആ വിഷമത്തേക്ക് നിയന്ത്രിച്ച് ഭഗവാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തമസാ നദിയുടെ അടുത്തെത്തി. ഇന്ന് രാത്രി നമുക്കിവിടെ തങ്ങാമെന്ന് പറഞ്ഞു. എന്നിട്ട് തമ്മി അവർ ചർച്ച ചെയ്തു. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആരും അറിയാതെ നമുക്കിവിടെ മുങ്ങണം പറഞ്ഞു. അങ്ങനെ ഉറങ്ങുമല്ലായിരുന്നു, അതെല്ലാം ഭഗവാന്റെ അടവായിരുന്നു. ഭഗവാൻ ഉറങ്ങുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള പ്രജകളെല്ലാവരും കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ അർദ്ധരാത്രിയായപ്പോ രാമൻ ഉണർന്നു. എന്നിട്ട് പറഞ്ഞു, ഈ അയോധ്യവാസികൾ എന്നെ പിരിഞ്ഞിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൂടാതെ ഞാനിവിടെ ഇലയുടെ മെത്തയിൽ കിടക്കുമ്പോൾ അവർ വെറും തറയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള വനയാത്ര ഒരുപാട് കഠിനമായിരിക്കും. അവർക്കിതൊന്നും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവർ അറിയുന്നതിന് മുമ്പേ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അതിനു മുമ്പേ ശ്രീരാമസ്വാമി സുമന്ത്രനോട് പറഞ്ഞു, ജനങ്ങൾക്ക് നമ്മുടെ രഥം പോയ വഴി മനസ്സിലാവും. അതുകൊണ്ട് പല പല ദിശകളിലും രഥം ഓടിച്ചിട്ട് വരാൻ. അങ്ങനെ ഭഗവാൻ രഥത്തിൽ കയറി അങ്ങ് പോവുകയാണ്. പിറ്റേന്നായപ്പോ പ്രജകളെല്ലാം കണ്ണു തുറന്നു ഉണർന്നപ്പോ, രാമൻ എവിടെ, രാമൻ എവിടെ, എവിടെ, രാമൻ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അവിടെ എല്ലാം ഭ്രാന്തന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്നുള്ളതാണ്. എല്ലാ ദിശകളിലേക്കും ഓടി. ഭഗവാൻ സംശയിച്ചതുപോലെ തന്നെ ആ രഥം പോയ അടയാളം നോക്കി എല്ലാ ദിശകളിലും ഓടി. പക്ഷെ പാവങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റിയില്ല എങ്ങോട്ടാ പോയത്. അവർ പറഞ്ഞു, തിരിച്ച് നമ്മൾ കുടുംബത്തിലെത്തുമ്പോൾ കുടുംബാംഗങ്ങളോട് നമ്മൾ എന്ത് പറയും? നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തിരുന്നു, രാമനെ കൊണ്ടേ നമ്മൾ തിരിച്ചു വരും, രാമനില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരത്തില്ല, ഇനി എന്തായാലും നമുക്ക് ജീവൻ വെടിയാന്ന്. ഉടനെ അവർ ചിന്തിച്ചു, നമ്മൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളും വിചാരിക്കും രാമൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ് അവരും ആത്മഹത്യ ചെയ്യും. ഇനി നമ്മളുടെ ഈ വിഷമം കണ്ടിട്ട് രാമൻ തിരിച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രാമന് വിഷമം. അതുകൊണ്ട് രാമൻ വരുന്നത് കാത്ത് നമുക്ക് ക്ഷമയോടെ ഇരിക്കാം. കരഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാവരും രാമനെ കുറിച്ച് ചിന്തിച്ച് തിരിച്ചു പോകും. ഈ 14 വർഷത്തിൽ ഒരു നിമിഷം പോലും അവർ രാമനെ മറന്നിട്ടില്ല. രാമ എപ്പോഴും ഇങ്ങനെ നാമം ജപിച്ചു. അതാണ് യഥാർത്ഥ ജപം. അവർ ഭഗവാനെ കാണാനുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹത്താൽ, രാമനോടുള്ള സ്നേഹത്താൽ അവർക്ക് ഈ ലോകത്തിൽ വേറൊന്നും സന്തോഷം നൽകുന്നില്ല. മറ്റുള്ളവർ ആക്രാന്തത്തോടുകൂടി നോക്കുന്ന എല്ലാ വസ്തുവകളെയും അവർ തുച്ഛമായിട്ടാണ് കാണുന്നത്. രാമന്റെ മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല. ഏറ്റവും അമൂല്യമായിട്ടുള്ള നിധി എന്ന് പറയുന്നത് രാമനാണ്. ആ രാമന്റെ വിരഹത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് ലഭിക്കുന്ന ഒരേ ഒരു ആശ്വാസം രാമന്റെ നാമം മാത്രമാണ്.